ട്രിപ്പ് പോകാൻ ഒരുപാട് പൈസയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് 1000 രൂപ പോലും ചിലവില്ലാതെയാണ് ഞങ്ങൾ പാലക്കാട് പോയിട്ട് വന്നത്. മലപ്പുറത്ത് നിന്ന് ഞാനും ശില്പയും കൂടി ബസ്സിലാണ് മുട്ടിക്കുളങ്ങര ക്യാമ്പിലേക്ക് പോയത് പാലക്കാട്. അവിടെയാണ് ഞങ്ങളുടെ ഫെബിയും ലിനയും ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ 2 സ്കൂട്ടി ഫ്രണ്ട്സിൻ്റെ നിന്ന് മേടിച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് സ്കൂട്ടിക്ക് കംപ്ലൈൻ്റ് ആയി വർക്ക്ഷോപ്പിൽ ഇറങ്ങി അതും റെഡിയാക്കിയ ശേഷം അവിടുത്തെ ചേട്ടന്മാരോട് സംസാരിച്ച് സ്ഥലങ്ങളുടെ ഒരു ഏകദേശ ധാരണയും പിന്നെ ഗൂഗിൾ അമ്മച്ചിയോട് ലിന വഴി ചോദിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ്. അവിടെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുള്ളായ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കണ്ട ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങി. യാത്രയ്ക്കിടെ പോകുന്ന വഴിയോരത്തൊക്കെ പിക്കിൾസൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചേച്ചിമാർ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നാടൻ വെജിറ്റബിൾ, അതായത് വിഷരഹിത വെജിറ്റബിളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം നോക്കി, പിന്നെ നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മേടിച്ചിട്ടില്ല. നമ്മളവിടെ നിന്ന് നെല്ലിക്കയും മാങ്ങയും ഒക്കെ മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട്. ഞങ്ങളെപ്പോലെ തന്നെ സ്ഥലങ്ങൾ കാണാൻ ബൈക്കിലും കാറിലും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. ഒരുപാട് പേരെടുത്ത് പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു ഹോട്ടൽ അന്വേഷിച്ചിരുന്നപ്പോൾ ഷാപ്പിലെ ഊണെന്ന് എഴുതി വെച്ച് കണ്ടത്. അവിടെ ഞങ്ങൾക്ക് മുന്നേ എത്തിയ ഫെബി അകത്ത് പോയി അന്വേഷിച്ച് എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെന്നൊക്കെ സെറ്റാക്കി അവിടെ പോയി കഴിച്ച്. വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെയും യാത്ര തുടർന്നു. കാരണം ഒരു ദിവസത്തെ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണ്ടേ. അപ്പോൾ മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോകുക എന്നായിരുന്നു ലക്ഷ്യം. അങ്ങനെ നമ്മൾ അടുത്ത് പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന സ്ഥലത്തേക്കാണ്. അത് കളിയാട്ടം മൂവി നടന്നത് ഈ ലൊക്കേഷനിൽ വെച്ചാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ശില്പം കൂടി അകത്തേക്ക് പോയി ഒരു മണിച്ചിത്രത്താഴ് പൂട്ടൊക്കെ കണ്ട് അതിനകത്തൂടി നോക്കിയൊന്നും കാണാനില്ല. എന്നിട്ട് പുറത്തേക്ക് വന്നു. കുറച്ച് നേരം നമ്മൾ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് വേറെ ചേട്ടൻ്റെ അടുത്ത് കയ്യിൽ ഫോൺ കൊടുത്ത് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് ഫെബിയും ശില്പവും കൂടി അതിൻ്റെ പുറകുവശത്ത് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാനും ലിനയും കൂടി അവിടെ നിന്ന് ചേട്ടന്മാരോടൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ഏതോ അവധി ദിവസങ്ങളിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, വരുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് വന്നു. അവിടെ ആ വയലിൻ്റെ നടുവിലായിട്ട് ശില്പയും ഫെബിയും നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് ഞാനിവളും കൂടി അവരുടെ അടുത്തേക്ക് മെല്ലെ ഇറങ്ങി. എന്താ വൈബുള്ളവർ തമ്മിൽ ഒരുമിച്ചാൽ തന്നെ ഭയങ്കര രസമാട്ടോ. നമുക്ക് ലൈഫിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പോലും കിട്ടാത്തൊരു സാധനം ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും ഒരുപാട് ക്യാഷൊന്നും വേണ്ട, ഇച്ചിരി പൈസ മതി. നമ്മളെ മിതമായ ഫുഡ് കഴിക്കാനുള്ളതും പോകുമ്പോൾ പെട്രോൾ അടിച്ച് പോകാൻ അല്ലെങ്കിൽ KSRTCയിൽ പോകാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായാൽ മതി. നമ്മളാണ് നമ്മളുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ക്യാമറ എടുക്കാൻ ആരുമില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമ്മൾ ക്യാമറയും വീഡിയോസൊക്കെ എടുക്കുന്നത്, അത് മറ്റുള്ളവരെ കാണിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ്. നമ്മളവിടെ നിന്ന് കുറച്ച് ഡാൻസ് ഒന്നും വലിയതായിട്ട് നമുക്ക് അറിയില്ലെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തന്ന ഒരു ദുബായിൽ നിന്ന് ലീവിന് വന്ന ഒരു ചേട്ടൻ അത് കാണാനായിട്ട് അവിടെ വന്നിരുന്നത് മൂപ്പരായിരുന്നു. എടുത്തു തരുമെന്ന് ചോദിച്ചു. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്ന്. എന്തായാലും ലൈഫിൽ നമ്മൾ പാലക്കാടേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊന്നും പോവാതെ ആരും തിരിച്ചു പോകരുത്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് അവിടെ അന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചുരുങ്ങിയത് 700-800 രൂപ മാത്രമേ, അല്ലെങ്കിൽ 1000 രൂപയ്ക്കകത്ത് മാത്രമേ നമുക്ക് ആവുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക്. മാക്സിമം എല്ലാവരും പോകുക, എൻജോയ് ചെയ്യുക.